ഇന്നലെ വൈകുന്നേരം മുതലാണ് മലപ്പുറം കരുവാരക്കുണ്ട് സ്വദേശിയായിട്ടുള്ള 14-കാരിയെ കാണാതെയാകുന്നത്. സാധാരണഗതിയിൽ സ്കൂളിലേക്ക് വരാറുള്ളതാണ്. സ്കൂളിലേക്ക് അമ്മയും സഹോദരിക്കൊപ്പമാണ് സ്കൂളിലേക്ക് വരാറുള്ളത്. അതുപോലെ ഇന്നലെയും സ്കൂളിലേക്ക് വന്നതാണ്. എന്നാൽ പെൺകുട്ടിയുടെ സഹോദരി സ്കൂളിലേക്ക് കയറി, അമ്മ സമീപത്തുള്ള ജോലി ചെയ്യുന്ന സ്ഥാപനത്തിലേക്ക് പോയി. പെൺകുട്ടി ക്ലാസ്സിലേക്ക് കയറിയില്ല. അവിടെ നിന്ന് ആണ് ഈ ആൺസുഹൃത്തിനൊപ്പം പെൺകുട്ടി പോകുന്നത്. നേരത്തെ തന്നെ ഈ പെൺകുട്ടിയും ആൺസുഹൃത്തും തമ്മിൽ ഉണ്ടായിരുന്ന റിലേഷൻ, അത് ബന്ധുക്കൾ ഇടപെട്ട് അത് പോലീസ് സ്റ്റേഷനിൽ എത്തിച്ച് മധ്യസ്ഥർച്ചയിൽ ഉണ്ടാകരുത് എന്ന് പറഞ്ഞ് അത് ഒഴിവാക്കിയിരുന്നു എന്നാണ് പറയുന്നത്. പക്ഷെ അതിനുശേഷവും ആണ് ഇപ്പോൾ ഇത്തരത്തിൽ ഒരു സംഭവം ഉണ്ടാകുന്നത്. ഇന്നലെ ഇവർ രണ്ടുപേരും, അതായത് ഈ ആൺസുഹൃത്തും പെൺകുട്ടിയും പഠിക്കുന്നത് ഒരേ സ്കൂളിൽ തന്നെയാണ്. പക്ഷേ ആൺസുഹൃത്ത് കഴിഞ്ഞ കുറച്ച് നാളുകളായി സ്കൂളിലേക്ക് വരാറില്ല എന്നുള്ളതാണ് അധ്യാപകർ പറയുന്നത്. ഇന്നലെ യൂണിഫോം ഇല്ലാതെ തന്നെ സ്കൂളിലേക്ക് പരിസരത്തേക്ക് വരികയും പിന്നീട് ഈ പെൺകുട്ടിയുമായി ഇവിടുന്ന് പോവുകയുമാണ് ഉണ്ടായത് എന്നുള്ളതാണ്. അതിനുശേഷം ഇന്നലെ വൈകുന്നേരം സ്കൂളിൽ നിന്ന് കുട്ടി വീട്ടിലേക്ക് വരാതിരിക്കുകയും വൈകുന്നേരം ഏതാണ്ട് 6 മണിയോടുകൂടി 6-6:30 കുട്ടിയുടെ അമ്മയ്ക്ക് ഒരു ഫോണിൽ നിന്നൊരു കോൾ വരികയും താനാണെന്നും താൻ അല്പം വൈകും, പേടിക്കേണ്ട, വരാൻ വൈകുമെന്ന് പറയുകയും ചെയ്തതിനു ശേഷം പിന്നീട് കോളുകളോ ഒന്നും ഉണ്ടായില്ല. ഇതോടുകൂടിയാണ് കുടുംബം ഭീതിയിലാകുന്നതും പിന്നീട് പോലീസ് സ്റ്റേഷനിലേക്ക് പോകുന്നതും അന്വേഷണം ആരംഭിക്കുകയും ചെയ്യുന്നത്. ആ പോലീസ് സ്റ്റേഷനിലെത്തി പിന്നെ പോലീസും കോൾ ട്രേസ് ചെയ്തപ്പോൾ അത് ഈ ഭാഗത്ത് നിന്നാണ് എന്നുള്ളതാണ് മനസ്സിലായത്. നമുക്കറിയാം, ഈ ദൃശ്യങ്ങളിൽ കാണാവുന്നതാണ്. ഇതൊരു റെയിൽവേ ട്രാക്കിന്റെ സമീപമായിട്ടുള്ള ഒരു കാട് മൂടിയ ഒരു പ്രദേശമാണ്, ഒരു ഒഴിഞ്ഞ പ്രദേശമാണ്. സമീപത്ത് വീടുകളൊന്നും തന്നെ ഇല്ല. ഇത് വാണിയമ്പലം പുള്ളിപ്പാടം റെയിൽവേ പരിസരമാണ്. മാത്രമല്ല തൊടികപ്പുലാം എന്ന് പറയുന്ന റെയിൽവേ സ്റ്റേഷനാണ് സമീപത്തുള്ളത്. അപ്പോൾ ഈ ഭാഗത്ത് നിന്നാണ് അവസാനമായി പെൺകുട്ടിയുടെ കോൾ അമ്മയ്ക്ക് വന്നത് എന്നുള്ളതാണ്. ആ കോൾ ട്രേസ് ചെയ്ത് പോലീസ് ഈ ഭാഗത്തെത്തി. ഈ റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് കുട്ടിയുടെ, അതായത് ഈ പെൺകുട്ടി വിളിച്ച ഫോണിന്റെ ലൊക്കേഷൻ കിട്ടുകയും ഈ പരിസരത്ത് പോലീസ് അന്വേഷണം നടത്തുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ അപ്പോൾ നാട്ടുകാർ പറയുന്നത് ആ സമയത്ത് അതിന് തൊട്ട് മുൻപായി ഈ ആൺസുഹൃത്ത് ഈ റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഈ പോലീസിനെ കണ്ട് അവിടെ നിന്ന് ഒഴിഞ്ഞു പോവുകയും അവിടെ നിന്ന് മാറിപ്പോവുകയായിരുന്നു എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. അതായത് നമ്മൾ മനസ്സിലാക്കുന്ന പ്രകാരം 6 മണി 6:30 കൂടി ഈ പെൺകുട്ടി അമ്മയെ വിളിക്കുന്നു. അത് ഈ പരിസരത്ത്, എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ കാണുന്ന ഈ റെയിൽവേ സ്റ്റേഷൻ ഈ റെയിൽവേയുടെ പരിസരത്താണ് ആ സമയത്ത് കുട്ടി ഉണ്ടായിരുന്നത് എന്നുള്ളതാണ്. അതിനുശേഷം ഒരു പക്ഷേ ഈ വഴിയിലൂടെ, അതായത് ഇപ്പോൾ നമ്മൾ ഇത് കൃത്യമായൊരു വഴിയല്ല, ചെറിയ ചെറിയ പാറയായിട്ടുള്ള ചെരിഞ്ഞു കയറാൻ കഴിയുന്ന ഒരു വഴിയാണ്. ഈ വഴി ഇങ്ങനെ കയറിയാൽ ഈ മുകളിൽ ഈ മൃതദേഹം കണ്ട കാട് മൂടി കിടക്കുന്ന ഒരു പ്രദേശമാണ്. ആ കാട് മൂടി കിടക്കുന്ന പ്രദേശത്തേക്ക് ഈ സമയത്തിന് ശേഷം, അതായത് ഈ പെൺകുട്ടി 6:30-ക്ക് ശേഷം വിളിച്ചതിന് ശേഷം ആയിരിക്കാം ഒരു പക്ഷേ ഈ ഭാഗത്തേക്ക് എത്തിയത് എന്നുള്ളതാണ്. അതിനുശേഷം 8 മണിക്കുള്ളിലായിട്ടായിരിക്കാം ഈ ഒരു കൊലപാതകം നടന്നത് എന്നുള്ള ഒരു നിഗമനമാണ് പോലീസ്. കാരണം 8 മണിയോടുകൂടി ഈ ആൺസുഹൃത്തിനെ ഇവിടെ റെയിൽവേ സ്റ്റേഷനിൽ ആളുകൾ കണ്ടതായി നാട്ടുകാർ പറയുന്നുണ്ട്. മാത്രമല്ല ആ സമയത്ത് 8:30-9:00-ക്കുള്ളിലായി പോലീസ് ഇവിടെ അന്വേഷിച്ചു വരുന്നുണ്ട്. ആ സമയത്ത് ഈ ആൺസുഹൃത്ത് ആ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും പോയി എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ആ സമയത്തിന് ശേഷമാണ്, അതിനുശേഷം പിന്നീട് സമീപത്തൊരു വീട്ടിലേക്ക് വരികയും ആ വീട്ടിൽ നിന്ന് വെള്ളം വാങ്ങി കുടിക്കുകയും ആ വീട്ടിൽ നിന്ന് തന്നെ അച്ഛനെ വിളിക്കുകയും, ഈ ആൺസുഹൃത്ത് അച്ഛനെ വിളിക്കുകയും ചെയ്തിട്ടുണ്ട്. ആ അച്ഛനെ വിളിച്ചതിന് ശേഷമാണ് പിന്നീട് അച്ഛൻ വന്നതിന് ശേഷം ആൺസുഹൃത്ത് ഇവിടുന്ന് പോയതെന്നാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ അപ്പോഴെല്ലാം തന്നെ ഈ ആൺസുഹൃത്തിനെ അന്വേഷിക്കാൻ, അല്ലെങ്കിൽ ഈ ഫോൺ അന്വേഷിച്ചുകൊണ്ട് പോലീസ് ഈ ഭാഗങ്ങളിലെല്ലാം തന്നെ രാത്രിയൊക്കെ പരിശോധന നടത്തുന്നുണ്ട്. എന്നാൽ പിന്നീടാണ് ഇങ്ങനെ ഒരു വീട്ടിലേക്ക് ഈ ഒരു പയ്യൻ വന്നിരുന്നുവെന്നും അവിടെ നിന്ന് വെള്ളം കുടിച്ചുവെന്നും അച്ഛനെ വിളിച്ചു എന്നുള്ള വിവരം പോലീസ് ലഭിക്കുന്നത്. പിന്നീട് ആ വീട്ടുകാരിൽ നിന്ന് അച്ഛനെ വിളിച്ചപ്പോഴാണ് അത് ഈ പയ്യന്റെ ആൺസുഹൃത്തിന്റെ വീടാണെന്ന് മനസ്സിലാകുന്നത്. വീട്ടിൽ പോയി രാത്രിയോട് കൂടി തന്നെ പോലീസും നാട്ടുകാരൊക്കെ വീട്ടിലെത്തി പോലീസ് കൃത്യമായി വിവരങ്ങൾ ചോദിച്ചറിയുന്നുണ്ട്. പക്ഷേ അപ്പോഴൊന്നും കൃത്യമായ വിവരം നൽകാൻ ഈ ആൺസുഹൃത്ത് തയ്യാറാകുന്നില്ല എന്നുള്ളതാണ്. പിന്നീട് ഇന്ന് കാലത്ത് ഈ ആൺസുഹൃത്തിനെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് കൃത്യമായി ചോദ്യം ചെയ്തപ്പോഴാണ് അതിന്റെ വിവരങ്ങൾ പുറത്തു പറയുന്നത്. നേരത്തെ, അതായത് ഇന്നലെ രാത്രിയൊക്കെ പറഞ്ഞിരുന്നത് തങ്ങൾ ഒരുമിച്ചുണ്ടായിരുന്നു, പലയിടങ്ങളിലേക്കും പോയി പല ഭാഗങ്ങളിലും യാത്ര ചെയ്തു, അതിനുശേഷം പിന്നീട് കാണാതെയായി എന്നാണ് പറയുന്നത്. മാത്രമല്ല ഈ റെയിൽവേ സ്റ്റേഷനിൽ ഈ ഭാഗത്ത് വന്നതിന് ശേഷം ട്രെയിനിന്റെ ഒരു ഭാഗത്തേക്ക് ഈ പെൺകുട്ടി ഇറങ്ങുകയും മറുഭാഗത്തേക്ക് താൻ ഇറങ്ങുകയും പിന്നീട് കണ്ടില്ല എന്ന് പറഞ്ഞു. അങ്ങനെ പലതരത്തിലുള്ള ന്യായീകരണങ്ങൾ അല്ലെങ്കിൽ മറുപടിയായിരുന്നു ഈ ആൺസുഹൃത്ത് നൽകിയിരുന്നത്. അപ്പോൾ തന്നെ പോലീസിന് കൃത്യമായ സംശയം ഇതിനകത്തുണ്ടായിരുന്നു. അതിനുശേഷമാണ് ഇന്ന് രാവിലെയോടുകൂടി ആൺസുഹൃത്തിനെ പോലീസ് കസ്റ്റഡിയിലെടുത്ത്
മൊഴിയെടുക്കുന്നത്. അതിനുശേഷം നടത്തിയ അന്വേഷണത്തിലാണ് താൻ എവിടം വരെ ഈ പ്രദേശം വരെ വന്ന വിവരവും മറ്റു കാര്യങ്ങളൊക്കെ പറയുന്നത്. അങ്ങനെ ഈ ആൺസുഹൃത്തുമായി ബന്ധപ്പെട്ട് ആൺസുഹൃത്തിന്റെ ഒപ്പം തന്നെയാണ് ഈ പരിസരത്തേക്ക് പോലീസ് വരുന്നത്. അയാൾ തന്നെയാണ് ഈ സ്ഥലം കാണിച്ചു കൊടുക്കുന്നത്. തുടർന്ന് പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് ഈ കുറ്റിക്കാട്ടിനകത്ത് മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നത്. മൃതദേഹത്തിന്റെ കൈകൾ മുകളിലേക്ക് മുൻഭാഗത്തേക്കായി കെട്ടിവെച്ച നിലയിലായിരുന്നു. പെൺകുട്ടിയുടെ ബാഗും ഈ മൃതദേഹത്തിന് അരികിൽ തന്നെ ഉണ്ടായിരുന്നു. പിന്നീട് ഇപ്പം ഈ ആൺസുഹൃത്ത് തന്നെ പോലീസിന് മൊഴി നൽകുന്ന ഒരു സാഹചര്യമുണ്ടായി. കൊലപാതകം നടത്തിയെന്ന് അംഗീകരിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. അതായത് ഈ ലൈംഗിക അതിക്രമം നടത്തുന്നതിനിടയിൽ കൊലപാതകം നടത്തി കഴുത്ത് ഞെരിച്ചാണ് കൊലപ്പെടുത്തിയത് എന്നുള്ള വിവരം ഈ ആൺസുഹൃത്ത് തന്നെ പോലീസിന് നൽകുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും കൃത്യമായ അന്വേഷണം പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായെന്നുള്ള ഇനി ഇതിനകത്ത് ഈ ആരുടെയെങ്കിലും സഹായം ലഭിച്ചിട്ടുണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങളാണ് അന്വേഷണം നടത്തേണ്ടത്. മാത്രമല്ല ഈ പെൺകുട്ടിയുടെ ബന്ധുക്കൾ ആരോപിക്കുന്നത് ഇയാൾ മയക്കുമരുന്ന് പോലുള്ളവ ഉപയോഗിക്കുന്ന ഒരാളാണ് എന്നുള്ളൊരു ആരോപണം ചില നാട്ടുകാരും അതോടൊപ്പം തന്നെ ഈ പെൺകുട്ടിയുടെ ബന്ധുക്കളും ഉന്നയിക്കുന്നുണ്ട്. അത്തരത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ഈ മയക്കുമരുന്നോ മറ്റോ ഉപയോഗിച്ചതിന്റെ പരിണിതഫലമായാണ് ഇത്തരൊരു സംഭവം ഉണ്ടായത്. മാത്രമല്ല ആരുടെയെങ്കിലും സഹായം ലഭിച്ചിട്ടുണ്ടോ? കാരണം ഒറ്റയ്ക്ക് ഇങ്ങോട്ടേക്ക് വരുന്നതിന് ഈ പെൺകുട്ടി ഇങ്ങോട്ടേക്ക് എത്തിക്കുന്നതിനൊക്കെ ആരുടെയെങ്കിലും സഹായം ലഭിച്ചിട്ടുണ്ടോ? ഈ കാര്യങ്ങളിലെല്ലാം തന്നെ ഒരു കൃത്യമായ അന്വേഷണം നടക്കും. ആ കാര്യങ്ങളൊക്കെ തന്നെ വരും ദിവസങ്ങളിൽ പോലീസ് അന്വേഷിക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇപ്പോൾ മൃതദേഹം എനിക്ക് തൊട്ടുപിറകിൽ കാണുന്ന ഈ കാട്ടിൽ നമ്മൾ മൃതദേഹം കണ്ടെത്തിയെന്ന് പറയുന്ന ഈ കാട്ടിലായിരുന്നു മൃതദേഹം ഉണ്ടായിരുന്നത്. അവിടെ നിന്ന് ഇപ്പോൾ മൃതദേഹം ഇൻക്വസ്റ്റ് നടപടികളൊക്കെ പൂർത്തിയാക്കിയതിനു ശേഷം മഞ്ചേരി മെഡിക്കൽ കോളേജിലേക്ക് മൃതദേഹം മാറ്റിയിരിക്കുകയാണ്. ഇനി പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷമായിരിക്കും മരണകാരണത്തിന്റെ ഒരു കൃത്യമായ വിവരങ്ങൾ പുറത്തുവരിക എന്നുള്ളതാണ്. ഏതായാലും ഇപ്പോൾ നിലവിൽ വന്നിരിക്കുന്ന മൊഴി എന്ന് പറയുന്നത് ഈ ആൺസുഹൃത്തിന്റെ മൊഴിയാണ്. താൻ കൊലപാതകം നടത്തി അല്ലെങ്കിൽ കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്തി എന്നുള്ള ഇയാളുടെ മൊഴിയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. എന്നാൽ കൃത്യമായ വിവരം എങ്ങനെയാണ് കൊലപാതകം നടന്നതിനെ സംബന്ധിച്ചുള്ള കൃത്യമായ വിവരം ഇനി പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷമായിരിക്കും ലഭിക്കുക എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ ഇതിനകത്ത് വേറെ ആരുടെയെങ്കിലും സഹായം ലഭിച്ചിട്ടുണ്ട് എന്നടക്കമുള്ള കാര്യങ്ങളിൽ കൃത്യമായ ഒരു അന്വേഷണം നടക്കേണ്ടതുണ്ട്. വരും ദിവസങ്ങളിൽ അതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ ലഭ്യമാകുമെന്ന് തന്നെയാണ് കരുതുന്നത്. അൻഡ്രൂ പിച്ചിക്കോടിനൊപ്പം ജംഷീർ കുടുങ്ങി, മീഡിയ 1 മലപ്പുറം.